الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله حيثما كنتم أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ സർവശക്തനായ അല്ലാഹുവിനെ ഭയപ്പെട്ട് നല്ല മുഅ്മിനായി മുസ്ലിമായി മുവഹ്ഹിദായി ജീവിക്കാൻ കഴിവിന്റെ പരമാവധി നാം ഓരോരുത്തരും ശ്രമിക്കണം. അല്ലാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ബലിപെരുന്നാളിന്റെ പുണ്യകരമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പല സ്ഥലങ്ങളിലും ഇന്ന് ഉദ്ഹിയ്യത്ത് നിർവഹിക്കുകയാണ്. നാളെ നിർവഹിക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. ഇന്നലെ ഈദ് നമസ്കാരം കഴിഞ്ഞ് ഉദ്ഹിയ്യത്ത് നിർവഹിച്ചവരുണ്ട്. നമ്മുടെ മഹല്ലിൽ ഇന്നലെ രാത്രി നമ്മുടെ സജീവരായ ശക്തരായ പ്രവർത്തകന്മാർ രാത്രി 8:30 മുതൽ ആരംഭിച്ച് അതിന്റെ വ്യത്യസ്തമായ ജോലിയിൽ ഏർപ്പെട്ട് രാവിലെ 7 മണിയോളം സമയം ആകുന്നതുവരെ അതിന്റെ പിറകിൽ പ്രവർത്തിച്ച വളരെ നിഷ്കളങ്കരായ ധാരാളം പ്രവർത്തകന്മാരുണ്ട്. അതിന്റെ മാംസം വേണ്ടതുപോലെ അതിന്റെ നല്ലതായ രീതിയിൽ നമ്മുടെ നാട്ടിലെ കുടുംബങ്ങളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഓരോ വ്യക്തിക്കും സർവശക്തനായ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഉറക്കമൊഴിച്ച് അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നതൊക്കെ റബ്ബിന്റെ മാർഗത്തിലുള്ള ത്യാഗമായി സർവശക്തനായ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. 1 കിലോ 5 കിലോ 2 കിലോ മാംസം ആഗ്രഹിച്ചുകൊണ്ടല്ല ബലിപെരുന്നാളിന്റെ ആ സുദിനത്തിൽ ബലിയുമായി നാം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. മറിച്ച് ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു തആല മുസ്ലിം ഉമ്മത്തിന് നൽകിയ 2 ആഘോഷങ്ങളിൽ ഒന്ന് ഈദുൽ അദ്ഹയാണ്. അത് പെരുന്നാളിന്റെ ഖുതുബയിൽ നമ്മൾ ഇന്നലെ അതിന്റെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അതിന്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വേനൽക്കാല അവധി കഴിഞ്ഞ് പെരുന്നാളും കഴിഞ്ഞ് നമ്മുടെ മക്കൾ ഇനി ക്യാമ്പസിലേക്ക്, സ്കൂളിലേക്ക്, കോളേജിലേക്ക് ഈ 1-ാം തീയതി മുതൽ ഒരു പുതിയ അക്കാഡമിക് ഇയറിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ രക്ഷിതാക്കളും കുട്ടികളുമൊക്കെ മനസ്സിലാക്കേണ്ട ഇൽമിന്റെ ചില വശങ്ങളുണ്ട്. അതാണ് ഈ ഖുതുബയിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. മുസ്ലിമിന് ആഘോഷിക്കുവാനുള്ള സന്തോഷദായകമായ ദിവസത്തിൽ അവന്റെ ചുണ്ടുകളിൽ നിന്ന് ഉയർന്നു കേട്ടത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന തക്ബീറിന്റെ ധ്വനികളാണ്.
അള്ളാഹുവിനെ വാഴ്ത്തി പറയുന്ന മുസൽമാൻ, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന മുസൽമാൻ, അള്ളാഹുവിന് സ്തോത്രകീർത്തനങ്ങൾ അർപ്പിക്കുന്ന മുസൽമാൻ, അവന്റെ മക്കളും അവന്റെ കുടുംബ ബന്ധുമിത്രാദികളുമൊക്കെ ദീനിന്റെ രംഗത്തുണ്ടാകണമെന്ന് കൊതിക്കേണ്ടവരാണ്, കൊതിക്കുന്നവരാണ്. അതുകൊണ്ട് ഒരു പുതിയ അക്കാഡമിക് ഇയറിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ യൂണിഫോമുകൾ വാങ്ങി, പുതിയ പുസ്തകങ്ങൾ വാങ്ങി, കഴിഞ്ഞ വർഷം ഉപയോഗിച്ച നോട്ട്ബുക്കിൽ സ്ഥലമുണ്ടായിട്ടും പുതിയ നോട്ട്ബുക്കുകൾ കളക്ട് ചെയ്ത് ഒരു പുതിയ മനസ്സുമായി സ്കൂളിന്റെ കോളേജിന്റെ ക്യാമ്പസിലേക്ക് കുട്ടികൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ഹൃദയത്തിൽ ചില ചിന്തകൾ കടന്നു വരേണ്ടതുണ്ട്. നാം ജീവിക്കുന്ന രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതര സംസ്കാരങ്ങളും ഇതര പ്രത്യയശാസ്ത്രങ്ങളുമൊക്കെ പാഠ്യവിഷയങ്ങളിലൂടെ കടന്നു വരും. അവിടെ വിവച്ഛേദിച്ചു മനസ്സിലാക്കി നന്മയുടെ റൂട്ടിലൂടെ കടന്നു പോകാൻ, നന്മയുടെ വഴിത്താരയെ സ്വായത്തമാക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട്. എന്നാൽ ഇവിടുത്തെ ജനാധിപത്യ സംവിധാനങ്ങളും മതേതരത്വ സംവിധാനങ്ങളും മനുഷ്യരെ മനുഷ്യരായി കാണുന്ന സംവിധാനങ്ങളുമെല്ലാം നാം ചേർത്തു പിടിക്കണം. എന്നിട്ട് നല്ല ജനാധിപത്യ ബോധമുള്ളവനായി തന്നെ മുന്നോട്ട് പോകുമ്പോ നല്ല ദീനിനിഷ്ഠയോടുകൂടി മുന്നോട്ട് പോകുവാനുള്ള നല്ല മനസ്സും നല്ല ശക്തിയും മനസ്സിനുണ്ടാവണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ലോകത്ത് ഒരുപാട് മതവിശ്വാസികളുണ്ട്. ഇന്ത്യയിൽ ധാരാളം മതവിശ്വാസികളുണ്ട്. എന്നാൽ ലോക ജനങ്ങളെ എടുത്ത് പരിശോധിക്കുമ്പോ, അവരുടെ കൈകളിൽ ഉണ്ട് എന്ന് പറയുന്ന വേദപുസ്തകങ്ങൾ എടുത്തു നോക്കുമ്പോ, ഉപനിഷത്തുകൾ എടുത്തു നോക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ഇറങ്ങിയതാണ് എന്ന് അതുപോലെ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഏതൊക്കെ പ്രത്യയശാസ്ത്രങ്ങളുണ്ടോ എല്ലാം എടുത്തു പരിശോധിക്കുമ്പോ ഖുർആനിലൂടെ പറഞ്ഞതുപോലെ അതിന്റെ ആദ്യത്തെ വചനാമൃതം തന്നെ പഠിക്കണം, വായിക്കണമെന്ന് പറയുന്നത് പോലെ ഒരു വേദപുസ്തകങ്ങളെയോ ഉപനിഷത്തുക്കളെയോ നമുക്ക് കാണാൻ സാധ്യമല്ല. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കൊക്കെ അറിയും. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ വചനാമൃതം ആദ്യമായി ഗാറു ഹിറയിലേക്ക് മുഹമ്മദ് നബിയിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ജിബ്രീൽ എന്ന മലക്ക് മുഖേന, ആ സന്ദർഭത്തൊക്കെ നമ്മൾ ഓർക്കുക. പേടിച്ചു വിറച്ച് വീട്ടിലേക്ക് ഓടുന്നതടക്കമുള്ള രംഗത്തെ ഓർക്കുക. അവിടെ ആദ്യമായി പറഞ്ഞു കൊടുക്കുന്നത് ഇഖ്റ. വെറുതെ വായിച്ചാൽ പോരാ, വെറുതെ റീഡ് ചെയ്താൽ പോരാ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ പഠനം തുടങ്ങണം, വായന തുടങ്ങണം. LKG-യിലേക്ക് ഒരു കുട്ടിയെ നാം ചേർക്കുമ്പോ, അവന്റെ കൈപിടിച്ച് സ്കൂളിന്റെ ക്യാമ്പസിലേക്ക് പ്രവേശിക്കുമ്പോ അള്ളാഹുവിന്റെ നാമത്തിൽ നാം പ്രവേശിക്കുക. തന്റെ കുട്ടിയെ ചേർത്ത് പിടിച്ച് നെറ്റിത്തടത്തിൽ കവിളിൽ ഉമ്മ വെച്ച് ആ കുട്ടിയോട് പറയുക, നീ ഇൽമു നേടാൻ പോവുകയാണ്, നീ പഠിക്കാൻ പോവുകയാണ്, നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ നാമത്തിൽ നീ തുടങ്ങണം എന്നൊരു വിശ്വാസിക്ക് പറയാൻ കഴിയണം, പഠനം തുടങ്ങാൻ കഴിയണം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ആയത്തിനെ വിശദീകരിക്കുന്ന സ്ഥലത്ത് ഇമാം റാസി റഹിമഹുല്ലാ പറയുകയാണ്, അവ്വലു നിഅമത്തിൻ അൻഅമ അല്ലാഹു ബിഹാ അലാ ഹാദൽ ഇൻസാനി ബഅദ ഖൽഖിഹി അൻ അല്ലമഹു ഫദല്ല ഹാദാ അലാ അന്നൽ ഇൽമ ഹുവ അശ്റഫു സിഫാത്ത് وأن الرغبة فيه أولى النشاطات. എത്ര മനോഹരമായ തഫ്സീറാണ് ഇമാം റാസി റഹിമഹുല്ല പറയുന്നത്. അദ്ദേഹം എന്താ പറഞ്ഞത്? ലോകരക്ഷിതാവായ അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചതിനു ശേഷം
മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ നിഅമത്ത് അവന് ഇൽമു കൊടുക്കുക എന്നതാണ്. എന്താ പറഞ്ഞ്? സൃഷ്ടിപ്പിനു ശേഷം മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചതിനു ശേഷം അള്ളാഹു തആല ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ നിഅമത്ത് അവന് ഇൽമു കൊടുക്കുക എന്നതാണ്. അങ്ങനെ എത്രത്തോളം അവന് ഇൽമു നേടാൻ പറ്റുന്നുവോ ആ ഇൽമു നേടാനുള്ള പരിശ്രമമുണ്ടല്ലോ, ആഗ്രഹമുണ്ടല്ലോ, ആ റഗ്ബത്തുണ്ടല്ലോ, അതാണ് പിന്നീട് അവന്റെ ജീവിതത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ഉന്മേഷത്തോടുകൂടിയുള്ള ഏറ്റവും നല്ല പ്രവർത്തനമെന്ന്. ഇത് പറയുന്നത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഹാജത്തുൻ നാസ്, ജനങ്ങളുടെ ആവശ്യം പരിശോധിക്കുമ്പോൾ ഇലൽ ഇൽമി അശദ്ദു മിൻ ഹാജതിഹിം ഇലൽ ത്വആം വശറാബ്. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറയുകയാണ്, ഒരു മനുഷ്യന്റെ ഇൽമിലേക്കുള്ള അവന്റെ ആവശ്യത്തെ പരിശോധിക്കുമ്പോൾ അശദ്ദു മിൻ ഹാജതിഹിം ഇലൽ ത്വആം വശറാബ്, അവന് ഭക്ഷണം, അവന് വേണ്ട പാനീയം, ഈ ആവശ്യങ്ങളെക്കാളൊക്കെ ഏറ്റവും വലിയ ആവശ്യം അവന് ഇൽമാണ്. അദ്ദേഹം പറയാ, ലിഅന്ന ത്വആമ വശറാബ യുഹ്താജു ഇലൈഹി ഫിൽ യൗമി മറത്തൻ ഔ മറത്തൈൻ. ഭക്ഷണവും വെള്ളവും ഒരു പക്ഷേ അവന് ഒരു ദിവസം ഒരു തവണയോ രണ്ടു തവണയോ കിട്ടിയാൽ മതിയാകും. നോക്കി എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ. അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് നമ്മൾ. ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങളും റബ്ബിന്റെ സൃഷ്ടികളാണ്. എന്നാൽ അള്ളാഹുവിന്റെ സംസാരമാണ് ഖുർആൻ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വന്ന, മാറ്റി പറയുമോ എന്ന് ജയിലറകളിലേക്ക് കൊണ്ടുപോകുമ്പോ ചോദിച്ചപ്പോ ഇല്ല, അടുത്ത തലമുറയ്ക്ക് റോങ് ആയ ഒരു മെസ്സേജ് കൊടുക്കാൻ, തെറ്റായ ഒരു മെസ്സേജ് കൊടുക്കാൻ ഞാൻ റെഡിയല്ലെന്ന് പറഞ്ഞ് ജയിലറ തെരഞ്ഞെടുത്ത മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. എന്താ പറഞ്ഞത്? മനുഷ്യന് ഭക്ഷണത്തെക്കാൾ വെള്ളത്തെക്കാൾ ആവശ്യമാണ് അറിവ്, ഇൽമ് എന്നത്. ഇത് കാരണം പറയാ, ലിഅന്ന ത്വആമ വശറാബ, പാനീയമെന്നതും ഭക്ഷണമെന്നതും യുഹ്താജു ഇലൈഹി ഫിൽ യൗമി മറത്തൻ ഔ മറത്തൈൻ, ഒരു ദിവസം ഒരു തവണയോ രണ്ടു തവണയോ കഴിച്ചാൽ മതിയാകാവുന്നതാണ്. വഹാജതുഹു ഇലൽ ഇൽമി, എന്നാൽ അറിവ് എന്ന അവന്റെ ആവശ്യമുണ്ടല്ലോ, ബിഅദദി അൻഫാസിഹി, ഓരോ ശ്വാസത്തിലും അവന് വേണ്ടതാണ്. അറിവ്, ഒന്ന് തുമ്മിയാൽ അറിവ് വേണം അൽഹംദുലില്ലാ എന്ന് പറയാൻ. ഒന്ന് കോട്ടുവായി ഇടുമ്പോൾ അറിവ് വേണം, അതവന്റെ ഇടത് കൈ കൊണ്ടൊന്ന് പൊത്തിപ്പിടിക്കണമെന്നറിയാൻ. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അറിവ് വേണം, വലത്തേക്കാൽ മുന്തിക്കണമെന്ന്. മുടി ചീകുമ്പോൾ അറിവ് വേണം, വലത് ഭാഗത്ത് നിന്ന് തുടങ്ങണമെന്ന്. ഒരു ഷേട്ടണിയുമ്പോൾ അറിവ് വേണം, വലത്തെ കൈ ആദ്യം അണിയണമെന്ന്. ചെരുപ്പടിക്കുമ്പോൾ അറിവ് വേണം, ഇടത്തേക്കാൽ ആദ്യം അടിക്കണമെന്ന്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അറിവ് വേണം, ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയണം. ഒരു വാഹനത്തിൽ കയറുമ്പോൾ അറിവ് വേണം, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്ന് പ്രാർത്ഥിച്ചു വാഹനത്തിലേക്ക് പ്രവേശിക്കാൻ. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, യുഹ്താജു ഇലൈഹി ഫിൽ യൗമി മറത്തൻ ഔ മറത്തൈൻ, അവന്റെ ഭക്ഷണവും അവന്റെ പാനീയവും ഒരു ദിവസം അവന് ഒന്നോ രണ്ടോ തവണ കിട്ടിയാൽ മതി. വഹാജതുഹു ഇലൽ ഇൽമി, ഇൽമെന്ന് പറയുന്നവന്റെ ആവശ്യമുണ്ടല്ലോ, ബിഅദദി അൻഫാസിഹി, ഓരോ ശ്വാസത്തിലും അവന് വേണ്ടതാണ്. ഓരോ ശ്വാസത്തിലും അവന് വേണ്ടതാണ്. നമ്മൾ ബലിയെടുത്തില്ലേ, ആ ബലിമൃഗത്തെ കുറിച്ച് നമുക്കറിവ് വേണം. എങ്ങനത്തെ മൃഗമാകണം, അതിനെക്കുറിച്ചൊരു ഇൽമുണ്ടാവണം. ഈ ജുമഅക്ക് വരാൻ ഒരു ഇൽമു വേണം. ജുമഅക്ക് എപ്പോൾ എത്തണം, പള്ളിയിലെപ്പോ പ്രവേശിക്കണം, അതിനെക്കുറിച്ചുള്ള ഇൽമു വേണം. വെള്ളിയാഴ്ച ഒരു പ്രത്യേക സമയമുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സമയവും നമ്മുടെ പ്രാർത്ഥനയിൽ യോജിച്ചു വന്നാൽ നമ്മുടെ പ്രാർത്ഥന അല്ലാഹു തആല തട്ടിക്കളയുകയില്ല. അതറിയണമെങ്കിൽ ഇൽമു വേണം. അങ്ങനെ ഏതിലാണ് അറിവില്ലാതെ മുന്നോട്ട് നീങ്ങാൻ, ഏത് സന്ദർഭത്തിലാണ് ഒരു മുസ്ലിമിന് സാധിക്കുക? സാധ്യമല്ല. അതുകൊണ്ട് മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ അറിവുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, അങ്ങനെ പൊതിയപ്പെടേണ്ടവനാണ്. അറിവിന്റെ അഗാധഗർത്തത്തിലേക്ക് അവൻ ഇറങ്ങിച്ചെല്ലേണ്ടവനാണ്. വിജ്ഞാനത്തിന്റെ മാധുര്യം നുകരേണ്ടവനാണ്.
അറിവ് എവിടെ കിട്ടുമോ അവിടെ അവൻ അന്വേഷിച്ചു പോകേണ്ടവനാണ്. അറിവിന്റെ വേദിയിലേക്ക് അവൻ ഇറങ്ങി പുറപ്പെടുമ്പോ ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടാൽ അവനൊരു ഷഹീദിന്റെ പദവി ലഭിക്കുന്നവനാണ്. വിജ്ഞാനം തേടി അവൻ വീട്ടിലേക്ക് മടങ്ങുമ്പോ ഒരു അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടാൽ ഇൽമിന്റെ സദസ്സിൽ നിന്ന് മടങ്ങിപ്പോകുന്നവൻ എന്ന നിലയ്ക്ക് അള്ളാഹുവിന് വലിയ ദറജ കൊടുക്കുന്ന അള്ളാഹുവിന്റെ പ്രഖ്യാപനം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ലോകത്തിൽ ഏറ്റവും വലിയ അറിവേതാ? ഡോക്ടർ ആവലാണോ? എഞ്ചിനീയർ ആവലാണോ? ബിരുദാനന്ദ ബിരുദം നേടലാണോ? സർട്ടിഫിക്കറ്റുകളുടെ കൂമ്പാരം പ്രിയപ്പെട്ടവരെ ഫയലിൽ സൂക്ഷിക്കലാണോ? ലഭ്യമായ മൊമെന്റോകൾ, ട്രോഫികൾ ലിവിംഗ് റൂമിൽ അലമാരയിൽ നിറഞ്ഞു നിന്ന് വരുന്ന ആളുകളുടെ കണ്ണഞ്ചിപ്പിക്കും വിധം കൗതുകമുണ്ടാക്കലാണോ? അതല്ല ഇൽമ്. അതൊക്കെ സ്വാഭാവികമായി ഇൽമിലൂടെ അവന് നേടിയെടുക്കാൻ പറ്റുന്ന, അവനെ ആളുകൾ ആദരിക്കുന്നതിന്റെ ഭാഗമാണ്. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ഇൽമ്, നീ നേടിയ ഭൗതികമായ വിജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ പടുവുകൾ കയറി അതിന്റെ ഉത്തുംഗതയിൽ പോയി നിൽക്കലാണ് എന്ന് നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മൗഢമാണ്. ഏറ്റവും വലിയ ഇൽമ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇൽമ് പഠിക്കലാണ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയില്ലെങ്കിൽ, അള്ളാഹുവിനെ കുറിച്ച് അവൻ അറിയില്ലെങ്കിൽ, ഏകനായ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ അവൻ അറിയില്ലെങ്കിൽ, അണ്ടഗടാഹങ്ങളുടെ അധിപനായ അള്ളാഹുവിനെ അവൻ അറിയില്ലെങ്കിൽ പിന്നെ അവൻ എന്തറിവ് കിട്ടിയിട്ട് എന്തു കാര്യമാണ്? സയൻസിന്റെ വിദ്യാർത്ഥി അത്ഭുതങ്ങൾ ലബോറട്ടറിയിൽ വെച്ച് കാണുമ്പോ അവന്റെ മനസ്സ് പറയണം, അള്ളാഹുവേ നീ എത്ര വലിയ പരിശുദ്ധനാണ്, സുബ്ഹാനക് നീ എത്ര പരിശുദ്ധനാണ് എന്ന് പറയണമെങ്കിൽ അവന്റെ ഖൽബ്, നെഞ്ചിടം ഇൽമു കൊണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമു കൊണ്ട് നിറയണം. ഒരു സയൻസ് ലോകത്ത് പ്രവർത്തിച്ച് ഒരു ലോകത്തറിയപ്പെട്ട സയന്റിസ്റ്റായി, ശാസ്ത്രീയ വിദഗ്ധനായി അറിയപ്പെടുമ്പോ അത്ഭുതങ്ങൾ കാണുമ്പോ അവൻ അറിയാതെ പറഞ്ഞു പോകണം, പടച്ചവനെ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല, സംവിധാനിച്ചതല്ല. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക് നീ എത്ര പരിശുദ്ധനാണ്. അതാണ് ഒരു വിശ്വാസിയുടെ പവിത്രത എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ അറിവ് ഇഹലോകത്ത് മാത്രമല്ല മുസ്ലിം കൊതിക്കുന്നത്, നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന ഇൽമ്. പരലോകത്ത് മാത്രമല്ല ഒരു മുസ്ലിം കൊതിക്കുന്നത്, ദുനിയാവിലെ ചില ജീവിച്ചു പോകുവാനുള്ള മാർഗങ്ങൾ അവലംബിക്കുന്നതിന് തെറ്റില്ല എന്ന് ദീന് പഠിപ്പിച്ചു. പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ ഇഹലോകവും പരലോകവും ചേർത്തു പറയാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ ഞങ്ങൾക്ക് ദുനിയാവിന്റെ കാര്യങ്ങളിൽ ഖൈർ നൽകണേ അല്ലാഹ്, പരലോകത്തിൽ അല്ലാഹുവേ കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ അഗ്നികുണ്ഡാരത്തിൽ നിന്ന് ഞങ്ങൾക്ക് നീ രക്ഷ നൽകണേ അല്ലാഹ് എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന് തഫ്സീർ എഴുതുമ്പോൾ പറഞ്ഞു, ഇത് ഖുർആനിൽ വന്ന പ്രാർത്ഥനയാണ്. അദ്ദേഹം പറയുകയാണ്, ഫജമഅത് ആദിഹി ദഅവ, ഈ ദഅവത്ത് കൊണ്ട് കുല്ല ഖൈറിൻ ഫിദ്ദുനിയ, ദുനിയാവിലെ മുഴുവൻ ഖൈറുകളും ഈ ഒരൊറ്റ ദുആയിൽ ഒതുങ്ങിയിട്ടുണ്ട്. വസ്വറഫത്ത് കുല്ല ശർറിൻ, എല്ലാ ശർറിൽ നിന്നും അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്ന, തടവിനെ ചോദിക്കുന്ന എല്ലാവിധ മേഖലയും ഈ ഒരൊറ്റ ദുആയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. ഇനി ലോകത്ത് ആരായിരിക്കും അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുക? ആരായിരിക്കും? പരലോകത്ത് വേണ്ടത്ര ബോധമല്ല, മരണത്തെക്കുറിച്ച് വേണ്ടത്ര ബോധമല്ല, ചെന്ന് കിടക്കാനുള്ള 6 അടി മണ്ണാകുന്ന കബറിടത്തെക്കുറിച്ച് വേണ്ടത്ര ബോധമില്ല. അവനെങ്ങനെയാണ് അള്ളാഹുവിനെ നിഷ്കളങ്കമായ മനസ്സുകൊണ്ട് ഏത് രാത്രിയും പകലും വ്യത്യാസമില്ലാതെ, രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ എങ്ങനെയായിരിക്കും പ്രിയപ്പെട്ടവരെ അവൻ ഭയപ്പെടുക? അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു, ആരാണ് അള്ളാഹുവിനെ ശരിക്ക് ഭയപ്പെടുക? ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിന്റെ ദീന് പഠിച്ച ഉലമാക്കളാണ്. ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു കിതാബ് ഓതി പഠിച്ചു എന്നതുകൊണ്ട് ആലിമാവുകയില്ല. ആ പഠിച്ച അറിവ് ജീവിതത്തിന്റെ പ്രാക്ടിക്കൽ തലങ്ങളിലേക്ക് കൊണ്ടുവന്ന്, പ്രായോഗിക തലങ്ങളിലേക്ക് കൊണ്ടുവന്ന് പ്രിയപ്പെട്ടവരത് പ്രവർത്തിക്കാൻ ഒരുങ്ങുന്ന ആ ഇൽമിനെ ഭയപ്പെടുന്ന, ആ ഇൽമിനെ ഭയപ്പെടുക എന്നത് ഉദ്ദേശിക്കുന്നത് ആ ഇൽമിന്റെ സ്രോതസ് അല്ലാഹുവാണ്. ആ ഇൽമിലൂടെ അവൻ പഠിച്ചെടുക്കുന്നത് റബ്ബിനെയാണ്. അതിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തിന്റെ മുച്ചൂട് രംഗങ്ങളിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളാണ് പ്രിയപ്പെട്ടവരെ സത്യത്തിൽ ആലിം. അങ്ങനെയുള്ള ആലിമിങ്ങളായിരിക്കും. ഒരു ആശാരിക്ക് ആശാരിയുടെ ഇൽമില്ലേ? ഒരു എഞ്ചിനീയർക്ക് അതിൽ ഇൽമില്ലേ?
ഉണ്ട്. ഒരു വിദ്യാർത്ഥിക്ക് അവൻ വ്യത്യസ്തമായ അറിവുകൾ നേടിക്കൊണ്ടിരിക്കുന്നില്ലേ? ഒരു സാധാരണ ഓഫീസിൽ സെർവന്റായി ജോലി ചെയ്യുന്ന ഒരാൾക്ക് ആ വിഷയത്തിൽ അറിവില്ലേ? ഉണ്ട്. എന്നാൽ യഥാർത്ഥ അറിവ് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കലാണ്, പരലോകത്തറിയലാണ്, ഖബറിനറിയലാണ്, മരണത്തെ ചിന്തിക്കലാണ്, മരണത്തെ അറിയലാണ്, മരണാനന്തരം ഞാൻ ഖബറിൽ ഒറ്റക്കാണെന്നറിയലാണ്. ആരും എന്റെ കൂടെയില്ല, ഒരു കൂട്ടുകാരും എന്റെ കൂടെയില്ല. ഇന്നലെ പെരുന്നാളിന്റെ സുദിനത്തിൽ ഈദ്ഗാഹ് വിട്ടുപോയിട്ട്, പള്ളി വിട്ടുപോയിട്ട്, കൂട്ടുകാരുമായി മല കയറിയവർ, ചുരം കയറിയവർ, യാത്ര തുടങ്ങിയവർ നിസ്കാരത്തെ കളഞ്ഞപ്പോ ഇല്ല, അവന്റെ ഹൃദയത്തിനുള്ളിൽ ലോകത്തിന്റെ രക്ഷിതാവിനെ കുറിച്ചുള്ള വേണ്ടത്ര ഇൽമില്ല. ഏത് പാതിരാത്രിയിലും ഏത് കോട്ടകുത്തളങ്ങളിൽ ഒളിച്ചാലും അവന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങളെ തിരിച്ചറിയുന്ന ലോകത്തിന്റെ രക്ഷിതാവിനെ കുറിച്ച് വേണ്ടത്ര അറിവ് അവരില്ല. അതുകൊണ്ട് പെരുന്നാളിന്റെ പേര് പറഞ്ഞ് നമസ്കാരം കളയുന്നവർ, പെരുന്നാളിന്റെ പേര് പറഞ്ഞ് നഗ്നത പ്രദർശിപ്പിക്കുന്നവർ, പെരുന്നാളിന്റെ പേര് പറഞ്ഞ് അങ്കലാവണ്യങ്ങൾ കടികക്കണ്ണുകളുമായി കാത്തിരിക്കുന്ന പൂവാലന്മാർക്ക് കൊത്തിവലിക്കാൻ ഇട്ടുകൊടുക്കുന്നവർ അള്ളാഹുവിനെ കുറിച്ച് വേണ്ടത്ര ഇൽമില്ലാത്തവരാണ്. അപ്പൊ ഈ ഇൽമ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പരന്നു കിടക്കുന്ന ഒരു കടലാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്ന ആയത്തിന് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരണം പറയുമ്പോൾ പറഞ്ഞു, കുല്ലമാ കാനത്തിൽ മഅരിഫത്തു ബിഹി അതമ്മ വൽ ഇൽമു ബിഹി അക്മല. അല്ലാഹുവിനെ കുറിച്ച് വേണ്ടതുപോലെ അറിയുക, പൂർണ്ണമായി മനസ്സിലാക്കുക, അതിന്റെ വേണ്ട അറിവ് പോലെ ആ കിട്ടേണ്ട അറിവ് അവന് കിട്ടിക്കഴിഞ്ഞാൽ കാനത്തിൽ ഖശിയത്തു ലഹു അഅ്ളമ വഅക്തറ. നന്നായി അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞാൽ, പൂർണ്ണമായി റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ അത്രത്തോളം അള്ളാഹുവിനെ കുറിച്ച് അവന് നല്ല ഖശിയത്തുണ്ടാകും. അത് അഅ്ളമ വഅക്തറ, ഏറ്റവും വലിയ ഭയപ്പാടും ഭക്തിയും അവനുണ്ടാകും. ധാരാളക്കണക്കിന് അതവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൽമ വർദ്ധിക്കും തോറും അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുന്ന അത്രത്തോളം അവന്റെ ജീവിതത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ അവന് പറ്റും. കൂടുതൽ കൂടുതൽ അള്ളാഹുവിനെ കുറിച്ച് അറിയുമ്പോൾ അവൻ അള്ളാഹുവിലേക്ക് നടക്കാൻ തുടങ്ങും, അള്ളാഹു അവനിലേക്ക് ഓടി വരും എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. അത്രത്തോളം അള്ളാഹു ഇഷ്ടപ്പെടുകയാണ്. എന്റെ റബ്ബിലേക്ക് ഞാനൊരു ചാൻ ദൂരെ നിൽക്കുന്നവൻ, നിസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കുന്നവൻ, പടച്ചവനെ ഓർക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവൻ, അള്ളാഹുവിന്റെ ആ സംസാരമാകുന്ന ഖുർആനാകുന്ന ഇൽമ് പഠിക്കാൻ അവസരം കിട്ടിയിട്ട് QHLS ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ ഇവിടുന്ന് ഇങ്ങനെ പറയും, ഓരോ വെള്ളിയാഴ്ച കഴിയുമ്പോഴും പറയും, ഇന്ന സമയത്ത് ഇന്ന മഗ്‌രിബിന് QHLS ഉണ്ട് കേട്ടോ. അതിങ്ങനെ സ്ഥിരമായിട്ട് വരുന്നവർ മാത്രമേ കേൾക്കൂ, വേറെ ആരും കേട്ടിട്ടില്ല, വേറെ ആരും കേട്ടിട്ടേ ഇല്ല. വെള്ളിയാഴ്ച പള്ളിയിൽ വന്നു, എന്നിട്ട് ജുമാ കഴിഞ്ഞ് നേരെ ഇറങ്ങിപ്പോയി. അവിടെ പറഞ്ഞൊരു കാര്യം ചെവി കൊണ്ടിട്ടേയില്ല, കേട്ടിട്ടേ ഇല്ല. ചോദിച്ചു നോക്കി നിങ്ങള്, ഒരു QHLS നടക്കുന്നുണ്ട്, ആ സമയം ഒന്ന് ചോദിച്ചു നോക്കി. ഞാൻ ആ ദിവസം ബോധപൂർവം പറയാതിരിക്കുക, ഒന്ന് ചോദിച്ചു നോക്കി നിങ്ങൾ മനസ്സിനോട്, ആ ദിവസം ഏതാണ്, ഈ മഹലിൽ നടക്കുന്ന QHLSന്റെ സമയം എപ്പോഴാ? ഒന്ന് ചോദിച്ചു നോക്കി മനസ്സിനോട്. ഇപ്പൊ ചോദിച്ചോളി മനസ്സിനോട്, എത്ര പേർക്ക് കിട്ടും ഉത്തരം? അപ്പൊ എന്നും ഇങ്ങനെ പറയുന്നില്ല. എന്നിട്ട് എന്താ അത് മനസ്സിൽ നിൽക്കാത്തത്? നമ്മളത്രേ ഉള്ളൂ നമ്മളത് പഠിക്കാൻ ഉദ്ദേശിക്കണില്ല. അപ്പൊ നമ്മളെ മനസ്സിൽ ആ ഡേറ്റ് ഓർമ്മ ഉണ്ടാവില്ല, നമ്മളത് ആ പോയിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അതിന്റെ സമയം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിച്ചു നിൽക്കൂല. നമുക്കാവശ്യമുള്ള ഒരു കാര്യം എത്ര തിരക്കിടയിൽ കേട്ടാലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പാറയിൽ കൊത്തിയിട്ടതുപോലെ തുടച്ചു മാറ്റാനാവാത്ത വിധത്തിൽ, ആ വലിച്ചു മാറ്റാനാവാത്ത വിധത്തിൽ അള്ളിപ്പിടിച്ചു നിൽക്കും. അത് നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച. ഇപ്പൊ വേൾഡ് കപ്പിലേക്ക് ഇങ്ങനെ അടുത്തോണ്ടിരിക്കുക, കുട്ടികളുടെ ചോദിച്ചു നോക്കി, ഡേറ്റ് ഒക്കെ എവിടെ നടക്കുന്നത് ചോദിച്ചു നോക്കി, അതിന്റെ ഓരോ സ്ഥലങ്ങള്, ഓരോ രാജ്യത്ത് നടക്കുന്ന അതിന്റെ സ്റ്റേഡിയങ്ങള് എല്ലാം ഇങ്ങനെ പറയും. ചിലപ്പോ അതിന്റെ ചാർട്ടൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ചാർട്ട് വരെ പറയും. എന്താ കാരണം? അത് അവന് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്, അവന് താല്പര്യമുള്ള കാര്യമാണ്. ഒരു ഫുട്ബോൾ മാച്ച് കാണാൻ പാടില്ല എന്നൊന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അത് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് വാപ്പ വിളിക്കണോ രാത്രി 3 മണിക്കാ, ഇനി വേൾഡ് കപ്പിന്റെ ഏതെങ്കിലും ഒരു കളി നടക്കുന്ന വിചാരിച്ചോ, 4 മണിക്ക് പുലർച്ചെ, 3 മണിക്ക്, 2 മണിക്കാന്ന് വിചാരിച്ചോ, ഒരാൾ നിങ്ങളെ വിളിക്കേണ്ട ആവശ്യമില്ല, ഒരു വാപ്പി നിങ്ങളെ വിളിക്കണ്ട, ഒരു ഉമ്മയും നിങ്ങളെ വിളിക്കണ്ട. പിന്നെ നിങ്ങളുടെ മൊബൈൽ നിങ്ങളുടെ തൊട്ടടുത്ത് വെക്കും. 1ാമത്തെ അലാറത്തിന്റെ ബെല്ലിൽ തന്നെ നിങ്ങൾ ആ ഫോൺ ഓഫാക്കും. കാരണം തരോ, ഇനിയും കൂടുതൽ ബെല്ലടിച്ചാൽ ചിലപ്പോ വാപ്പ കളി കാണാൻ സമ്മതിക്കൂല. അതുകൊണ്ട് 1ാമത്തെ ബെല്ലിൽ തന്നെ നമ്മൾ ആ മൊബൈൽ കയ്യിലെടുത്ത് അലാറം ഓഫ് ചെയ്ത് ടിവിയുടെ സൗണ്ട് കുറച്ച് ആ ഫുട്ബോളിന്റെ രംഗം കാണാനിരിക്കും. അത് താല്പര്യം കൊണ്ടാ. സുബഹിക്കോ ബാങ്ക് കൊടുത്തു എന്ന് പറഞ്ഞ് ഉമ്മ വിളിക്കുമ്പോ
ഇഖാമത്ത് കൊടുക്കാനായി എന്ന് പറഞ്ഞ് വാപ്പ വിളിക്കുമ്പോ, വീട്ടിൽ ഓരോരുത്തരും വിളിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മൂളിയും മുരളിയും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത് എന്താ? അത് നമ്മുടെ താല്പര്യക്കുറവ്, ദീനിന്റെ ഇബാദത്തിനോടുള്ള താല്പര്യക്കുറവ്. അത് നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന ഗൗരവത്തെക്കുറിച്ചുള്ള ബോധമില്ലായ്മയാണ്. അതാണ് ഇൽമു കുറയുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഇൽമു കിട്ടാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ചില അദബുണ്ടാകണം. ഒരു ഉസ്താദിന്റെ കീഴിൽ, ഒരു പണ്ഡിതന്റെ കീഴിൽ ദീനൊക്കെ പഠിക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, ഒരു ഖുർആൻ ഒരാളുടെ നാവിൽ നിന്ന് കേട്ട് പഠിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, പടച്ചോനെ എനിക്കിത് പഠിക്കണം, എനിക്കിത് മനസ്സിലാവണം. ഇവിടെ ലോകത്ത് ഒരുപാട് ആളുകൾക്ക് ഖുർആൻ മനസ്സിലായിട്ടുണ്ട്, അതുപോലെ എനിക്കത് പഠിക്കണം ആഗ്രഹിച്ചാൽ ഏത് സാധാരണക്കാരനും അള്ളാഹു ആ വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ നല്ല നൈപുണ്യം കൊടുക്കും. അവനത് പഠിക്കാനുള്ള സാഹചര്യം കൊടുക്കും. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഉമ്മ ഇമാം മാലിക്കിനോട് പറയാം, മദ്രസയിലേക്ക് പോകുമ്പോ പറഞ്ഞ വാക്കെന്താ അറിയോ? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി വലിയ പണ്ഡിതനാണ്, വലിയൊരു മദ്ഹബിന്റെ ഇമാമാണ്. ആ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി മദ്രസയിലേക്ക് പോകുമ്പോ ഉമ്മ പറഞ്ഞു, ഇദ്ഹബ് ഇലാ റബിയ, നീ റബിയ എന്ന് പറയുന്ന ഉസ്താദിന്റെ അടുക്കലേക്ക് നീ പോകണം. ഫതഅല്ലം മിൻ അദബിഹി ഖബ്ല ഇൽമിഹി, ഇൽമ പഠിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ നോക്കിക്കണ്ട്, അദ്ദേഹത്തെ കേട്ട്, അദ്ദേഹത്തെ ശ്രദ്ധിച്ച് അദബ് പഠിക്കണേ എന്നാണ് ഉമ്മ പറഞ്ഞത്. മദ്രസയിലേക്ക് പോണ കുട്ടിയോട് നീ പഠിച്ചു വലിയൊരു ഡോക്ടർ ആകുന്നതിന് മുമ്പ്, സ്കൂളിലേക്ക് ചേർക്കുമ്പോ കുട്ടിയോട് പറയുന്നത്, നീ പഠിച്ചു വലിയൊരു എഞ്ചിനീയർ ആകുന്നതിന് മുമ്പ്, നീ ലോകത്തറിയപ്പെടുന്ന വൈജ്ഞാനിക രംഗത്തെ വലിയ പദവിയിലിരിക്കുന്ന ആളാകുന്നതിന് മുമ്പ് നീ നല്ല മനുഷ്യനാകണേ. നീ പഠിക്കാൻ പോകുന്ന സ്ഥാപനത്തിലെ ഉസ്താദുമാരെ നോക്കി, അധ്യാപകരെ നോക്കി, മാതൃകായോഗ്യരായ അധ്യാപകരുണ്ടാകണം, ഉസ്താദുമാരുണ്ടാകണം. ശരി, അവരെ നോക്കി നീ അദബ് പഠിക്കണേ, സംസ്കാരം പഠിക്കണേ, കൾച്ചർ പഠിക്കണേ, തഖാഫത്ത് പഠിക്കണേ, നല്ല മാനേഴ്സ് പഠിക്കണേ എന്നൊരു ഉമ്മ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഈ ഇസ്ലാമിക അധ്യാപനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കരുനച്ചി മഹല്ലിൽ പെരുന്നാളിന്റെ പിറ്റേ ദിവസം ഈ ജുമഅക്ക് വന്നുകൂടിയ മനുഷ്യരോട് ഞാൻ ചോദിക്കുകയാണ്, നമുക്ക് അവസരമില്ലാഞ്ഞിട്ടാണോ? ആണോ? ഒരു ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂള്, അതിലൊന്ന് പങ്കെടുക്കാൻ ആഴ്ചയിൽ ഒരു ദിവസം 24 മണിക്കൂർ ഉണ്ടായിട്ട്, അതിനെ 7 കൊണ്ട് ഗുണിച്ചാൽ ഒരാഴ്ചയിൽ അത്ര മണിക്കൂർ കിട്ടിയിട്ട്, മാസത്തിൽ ഇത്ര സമയം കിട്ടിയിട്ട് ഖുർആൻ ഹദീസ് പഠിക്കാൻ റിക്ഷയിൽ പോകുന്നവരോട്, ഡ്രൈവേഴ്സിനോട്, കൂലിപ്പണിക്കാരോട്, വ്യത്യസ്ത തൊഴിൽ ചെയ്യുന്നവരോട്, സാധാരണ പണിക്കാരോട്, വ്യവസായികളോട്, കച്ചവടക്കാരോട്, ബിസിനസ്സിലേർപ്പെട്ടവരോട്, നാട്ടിൽ വന്നുകൂടിയ പ്രവാസികളോട് ഞാൻ ചോദിക്കുക, ആഴ്ചയിൽ 1 മണിക്കൂർ നിന്നെ അള്ളാഹുവിന്റെ ദീന് പഠിക്കണേ എന്ന് പറയാൻ, ഖുർആൻ പഠിക്കണേ എന്ന് പറയാൻ, നിനക്കെഴുതിയെടുത്ത് അതിന്റെ ഓരോ അക്ഷരങ്ങളും പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ 1 മണിക്കൂർ സമയം അള്ളാഹുവിന്റെ ഖുർആനിന്റെ 2 ആയത്ത് കേട്ട്, അതിന്റെ അർത്ഥം വിശദീകരണം കേട്ട്, അതിനോട് ചേർത്ത് വെക്കാവുന്ന ഹദീസ് കേട്ട് ഒന്ന് പഠിക്കാൻ തയ്യാറാകണേ എന്ന് പറയുമ്പോ മുഖം തിരിച്ചു പോകുന്നവരെ, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലങ്കാ, പരിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമാണ്. അള്ളാഹുവിന്റെ ഖുർആനോട് വിമുഖത കാണിച്ചവൻ, അവന് നാളെ റബ്ബ് കുടുസത കൊടുക്കും, ഇടുക്കമാണ് ഉണ്ടാക്കുക, വിടാൻ പോകുന്നില്ല അവനെ എന്ന് അല്ലാഹു തആല. നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോഴും അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ, അതിലിങ്ങനെ ടൈപ്പ് ചെയ്ത് നമുക്ക് തരും, വാറണ്ടി പേപ്പർ തരും, ഒക്കെ പലതും ഉണ്ടാവാം. അതിന്റെ റൂൾസുകൾ, നിയമങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ തരും. എന്നാൽ അത് ചിലപ്പോ ആ മെഷീൻ 1 വർഷമായിരിക്കും, 2 വർഷമായിരിക്കും അതിന്റെ വാറണ്ടി ഗ്യാരണ്ടി ഒക്കെ ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ നമ്മുടെ ഉത്തരവാദിത്തത്തിലാണ്. ശരി, പരിശുദ്ധ ഖുർആൻ ഇലാ യൗമിൽ ഖിയാമ ദീനിന്റെ റൂൾസാണ്, ഇവിടെ ജീവിക്കേണ്ട മര്യാദയാണ്, നാളെ സ്വർഗം കിട്ടാനുള്ള നിയമമാണ്, നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കൃത്യമായ നിർദ്ദേശമാണ്. അതിനി മാറാൻ പോകുന്നില്ല. നിന്റെ മരണം വരെയല്ല, നിന്റെ കുട്ടികളുടെ, നിന്റെ പേരക്കുട്ടികളുടെ അല്ല, ലോകം അവസാനിക്കുന്നത് വരെയുള്ള മനുഷ്യർക്കുള്ള നിയമമാണ്. ആ നിയമ സംഹിത ഒന്ന് പഠിക്കണേ എന്ന് പറയുമ്പോ മുഖം തിരിച്ചു നിൽക്കുന്നവർ, അവർ ലോകത്ത് ഏറ്റവും വലിയ അപകടത്തിലേക്കാണ് നടക്കുന്നത് എന്ന് ഗൗരവത്തോടു കൂടി ചിന്തിക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ചിന്തിക്കുന്ന, ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച്
നല്ല മുസ്ലിമായി, മുഅ്മിനായി, മുവഹിദായി, മുത്തഖിയായി ജീവിക്കാൻ നാം എല്ലാവരും ആഗ്രഹിക്കുന്നു, കൊതിക്കുന്നു. സർവശക്തനായ അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. അതിനുവേണ്ട ശ്രദ്ധയും ജാഗ്രതയും കരുതലും നമ്മളിൽ ഓരോരുത്തരും ഉണ്ടാകണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സ്കൂളുകൾ തുറക്കുന്നു, കോളേജുകൾ തുറക്കുന്നു. നമ്മുടെ കുട്ടിക്ക് ബാഗ് വാങ്ങി, നമ്മുടെ കുട്ടിക്ക് വേണ്ട പുസ്തകം, യൂണിഫോം വാങ്ങി. 2000, 3000, 4000, 5000 രൂപയായി. വലിയ വലിയ ഇംഗ്ലീഷ് മീഡിയങ്ങളിൽ ചിലപ്പോൾ 10,000-ങ്ങളും 20,000-ങ്ങളും ഒക്കെ ആവും. LKGക്ക് പഠിക്കാൻ 1,00,000 രൂപ ഫീ ഉള്ള സ്കൂളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. LKGക്ക് മാത്രം പഠിക്കാൻ, MBBS-നല്ല, LKG പഠിക്കാൻ മലപ്പുറം ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിലൊക്കെ 1,00,000 ഫീസ് കൊടുക്കുന്ന സ്കൂളുണ്ട്. അപ്പൊ അതൊക്കെ അവിടെ ആരാ ചേർക്കുന്നത്? വലിയ വലിയ വിദ്യാഭ്യാസം ആഗ്രഹിച്ചിട്ടാണ്. തെറ്റു പറയുന്നില്ല, അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ എന്റെ മോന് ഈ സ്കൂൾ തുറക്കുന്ന സമയം, അക്കാഡമിക് ഇയറിലേക്ക് കാലെടുത്തു വെക്കുന്ന സമയം, എന്റെ കുട്ടിയുടെ പുസ്തകത്തിന്, യൂണിഫോമിന് 10,000-ങ്ങൾ ചെലവഴിക്കുമ്പോൾ അവന്റെ ഷൂ, അവന് വേണ്ട പാന്റ്, അവന് വേണ്ട ഷർട്ട്, അവന് സ്പോർട്സിന് വേണ്ടത്, അവന് സ്കൂളിൽ പ്രത്യേകമായി വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടതൊക്കെയായി. അത് നിങ്ങൾ കൂട്ടിയാൽ മതി. 1 വർഷത്തെ ഫീ അങ്ങനെയൊക്കെ ഉണ്ട്. ചെലവഴിക്കുമ്പോ ഒരു സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് നല്ലൊരു യൂണിഫോം അവന്റെ കയ്യിലില്ലെങ്കിൽ 1000-ഓ 1500-ഓ മുടക്കി എന്റെ മകനെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോ ഒരു സഹായം എന്റെ അയൽവാസിക്ക് കൊടുക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? ചിന്തിക്കേണ്ട സമയമാണിപ്പോ. ഞാൻ സാന്ദർഭികമായിട്ട് നിങ്ങളോട് പറയാം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, വല്ലാഹു ഫീ ഔനിൽ ആബിദി മാ കാനൽ ആബിദു ഫീ ഔനി അഖീഹി. വല്ലാഹു ഫീ ഔനിൽ ആബിദ്, അല്ലാഹു ഒരു അടിമയെ സഹായിച്ചുകൊണ്ടിരിക്കും. എപ്പോ? മാ കാനൽ ആബിദു, ആ അടിമ ഫീ ഔനി അഖീഹി, അവന്റെ സഹോദരനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ. അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കാൻ എന്തായാലും, ഞാൻ എന്നെ ഇപ്പൊ കഷ്ടപ്പെട്ടിട്ടാ യൂണിഫോമിനും പുസ്തകത്തിനൊക്കെ പൈസ ഉണ്ടാക്കിയത്. ശരി, അതിൽ നിന്നൊരു 500 മോനെ നോട്ട് ബുക്കൊക്കെ വാങ്ങിയോ? ഇല്ല, ബാപ്പാക്ക് ഇപ്പൊ പണിയില്ല എന്ന് പറയുമ്പോ ഈ 500 കൊടുത്തിട്ട്, ബാപ്പാന്റെ കയ്യിൽ കൊടുത്തിട്ട്, അല്ലെങ്കിൽ നോട്ട്ബുക്ക് തന്നെ വാങ്ങി, അതിന് ഫോട്ടോ എടുക്കാൻ നിൽക്കണ്ട, 500 രൂപന്റെ നോട്ട് ബുക്ക് വാങ്ങി, അടോ 500-നേക്കാളും വലിയ ഫോട്ടോയും ഗ്രൂപ്പൊന്നും വേണ്ട, അവന് കൊടുക്കുക. എന്നിട്ട് പറയാ നന്നായി പഠിക്ക്, പ്രാർത്ഥിക്കാൻ പോലും പറയണ്ട. പണ്ഡിതന്മാര് പറയണത്, നിങ്ങളൊരു സഹായം കൊടുത്തിട്ട് പ്രാർത്ഥിക്കണേ എന്ന് പറയുമ്പോ അതിൽ വല്ല സ്വാർത്ഥത കടന്നു വരുമോ എന്ന് ചിന്തിക്കണമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഒന്നും പറയണ്ട, ഒരു പ്രാർത്ഥിച്ചോളൂ. മനസ്സിലായല്ലേ? അവര് മനസ്സുകൊണ്ട് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ മുന്നിലേക്ക്, പടച്ചോനെ, ഈ കുടുങ്ങിയ നേരത്ത്, ഈ ബുദ്ധിമുട്ടിയ നേരത്ത് എന്റെ മോനെ പുസ്തകം വാങ്ങാൻ, യൂണിഫോം വാങ്ങാൻ, നോട്ട്ബുക്ക് വാങ്ങാൻ, കൊട വാങ്ങാൻ പൈസ ഇല്ലാതിരിക്കുമ്പോ എന്താ ഇപ്പൊ ചെയ്യാ എന്ന് വിചാരിച്ചു നിൽക്കുന്ന നേരത്ത് എന്റെ കുട്ടിയെ സഹായിച്ച ആ ഇബ്രാഹിമിന്, ആ മുഹമ്മദിന്, ആ അഹമ്മദിന്, ആയിഷക്ക്, ഫാത്തിമക്ക്, മൈമൂനക്ക് അല്ലാഹുവേ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ എന്ന് ഇവിടെ മനസ്സിൽ നിന്ന് ആകാശത്തിലേക്ക് ഉയരും. കാർമേഘങ്ങളെ കിറിമുറിച്ച് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ മുമ്പിലേക്ക് ആ ദുആ തൊടുത്തു വിട്ട അമ്പിനേക്കാൾ വേഗതയിൽ കടന്നു ചെല്ലും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ സന്ദർഭത്തിൽ അത് ഓർക്കുക. നമ്മൾ നല്ല കൊട വാങ്ങുമ്പോ നമ്മുടെ അയൽവാസിക്ക് കൊടണ്ടോ? ഒരു ചോദ്യം അവരോട് ചോദിക്കുക, കൊട വാങ്ങിയിട്ടുണ്ടോ? അല്ലേ? തുറക്കാനായല്ലോ, അപ്പൊ എന്താ വാങ്ങാത്തത്? പിന്നെ വേറെ പ്രത്യേകം ചോദിക്കേണ്ട ആവശ്യമില്ല, എന്താ വാങ്ങാത്തത്? വാങ്ങണമെന്നുണ്ട്, ഇൻഷാ അല്ലാ വാങ്ങണം. എന്താ വാങ്ങണം? കയ്യിലിപ്പോ പൈസ അല്ല. അപ്പൊ നമ്മളൊക്കെ ഒന്ന് തീരുമാനിക്കുക, നമ്മൾ നമ്മുടെ തൊട്ടടുത്ത വലതും ഇടതും മുന്നിലും ബാക്കിലുമായി ജീവിക്കുന്ന നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയെ നമ്മളൊന്ന് സഹായിക്കാൻ തീരുമാനിച്ചാൽ, അങ്ങനെ എല്ലാവരും തീരുമാനിക്കുമ്പോൾ എല്ലാവരും ഉഷാറാവും, എല്ലാവർക്കും ഉഷാറാവും. ഈ സക്കാത്ത് എന്ന സംവിധാനം ഇസ്ലാമിൽ ഇത്ര സിസ്റ്റമാറ്റിക്കായി ചെയ്യാനുള്ള കാരണം എന്താ? എല്ലാ വർഷം ഒരു കവറിൽ 500, 750, 1000 ഇതിങ്ങനെ കമ്മിറ്റിക്കാരിങ്ങനെ നടക്കുക ഓരോ വീട്ടിൽ കൂടി. എന്നിട്ട് എന്തിനാ വന്ന് സക്കാത്തിന് പൈസ കൊടുക്കാൻ? ഇതെന്തെങ്കിലും ഉപകാരപ്പെടും? ഒരു
പാവപ്പെട്ട മനുഷ്യന് ഒരു മരുന്ന് വാങ്ങാനുള്ള പൈസയും സക്കാത്തുനിന്ന് കൊടുക്കുക, ചെറിയ പൈസയും കൊടുക്കുക. ഞാൻ പറയുന്നത് അങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ ഇപ്പൊ കരുണച്ചിയിൽ സക്കാത്ത് കമ്മിറ്റി ചെറിയ പൈസ ഇവിടെ സക്കാത്തിൽ വരുന്നുള്ളൂ. ഇവിടെ ഒരു 10 കുടുംബത്തെ തെരഞ്ഞെടുക്കുക, എന്നിട്ട് അവർക്ക് 5000, ഒരാൾക്ക് 2000, ഒരാൾക്ക് 1000. എന്തുപകാരം ഉണ്ടാവുക? ഈ നാട്ടില് കാലിന് പ്രശ്നമുള്ള ഒരാളുണ്ട്, കയ്യിന് പ്രശ്നമുള്ള ഒരാളുണ്ട്, പക്ഷെ അയാൾക്ക് ഒരു ഓട്ടോറിക്ഷ ഓടിക്കാൻ പറ്റും, ജീവിക്കാൻ വേറെ മാർഗമല്ല. അപ്പൊ അയാൾക്ക് ഒരു റിക്ഷ വാങ്ങിക്കൊടുത്തു. നമ്മളെ 20 ആളെ സക്കാത്ത് എടുത്തിട്ടാണ് വാങ്ങിക്കൊടുത്തത്. അടുത്തൊല്ലം അയാൾക്ക് കൊടുക്കണ്ട. ഒരാൾക്കൊരു ചെറിയ പെട്ടിക്കടട്ട് കൊടുത്തു, അയാൾക്ക് അടുത്ത വർഷം കൊടുക്കണ്ട, അയാളെ ജീവിക്കും. മനസ്സിലായില്ലേ? നന്നായി കാർ ഓടിക്കാൻ പറ്റുന്ന ഒരാളാ, ഭയങ്കര ആഗ്രഹമുണ്ട്, നമ്മൾ ടാക്സി കാർ വാങ്ങിക്കൊടുത്തു. നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു മഹലിൽ നിന്ന് ചെയ്തു കൊടുക്കുക. ചിലപ്പോ ഈ സക്കാത്ത് കൊടുത്ത 30 ആളില് 40 ആളില് കാറില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ മനസ്സിന്റെ ഉള്ളിൽ പോരരുത്, എനിക്കും കൂടി കാറില്ല, സക്കാത്തിന്റെ ദിവസം കൊണ്ട് ഓന് കാർ വാങ്ങിക്കൊടുക്കേ അല്ല, ഓൻ രക്ഷപ്പെടാനാണ്. അടുത്ത വർഷം അങ്ങോട്ട് തരും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ടവരെ, സക്കാത്ത് വാങ്ങാൻ ആളില്ലാതായി. അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇവിടെ സക്കാത്തിന് അർഹതപ്പെട്ട ആരുമില്ലാതെയാവുകയാണ്, അതുകൊണ്ട് സക്കാത്തിന്റെ മുതൽ അടുത്ത രാജ്യത്തേക്ക് കയറ്റി അയക്കുകയാണ്. എങ്ങനെയാണ് അങ്ങനെ ആയത്? ഗേറ്റ് അടച്ച് 10 ആള് വരാൻ, 20 ആള് വരാൻ, 30 ആള് വരാൻ, കിറ്റ് കൊടുക്കാൻ കാത്തിക്കണ കാലം ഒരു കാലത്തും മാറ്റം ഉണ്ടാവില്ല. മനസ്സിലായില്ല? അത് ആള് കാണാൻ വേണ്ടിയുള്ള ഏർപ്പാടാണ്. എല്ലാ തോന്നിയാസം കളിച്ചിട്ട് പിന്നെ ഒരു 100 കിറ്റ് കൊടുക്കുക, 500 ആക്കി കിറ്റ് കൊടുക്കുക. റമദാൻ കഴിയാൻ നേരത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ബലിപെരുന്നാൾ വരുമ്പോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആഘോഷം വരുമ്പോ കൊടുക്കുക. എന്നിട്ടോ 10 ആൾ വന്നാൽ കൊടുക്കൂല, 5 ആൾ വന്നാൽ കൊടുക്കൂല. ഓരോ വീടിന്റെ മുമ്പിൽ ഇങ്ങനെ 10 100 ആള് തിങ്ങിക്കൂടണം. അപ്പോഴേ ഗേറ്റ് തുറക്കുള്ളൂ, അപ്പോഴേ ബസ്സുകാർ ചോദിക്കുള്ളൂ എന്താ ഇവിടെയെന്ന്, അപ്പോഴേ ഇതിലെ പോണ ബൈക്കുകാർ ചോദിക്കുള്ളൂ ഇവിടെ എന്താന്ന്, അപ്പോഴേ ഇതിൽ പോണ റിക്ഷക്കാർ ചോദിക്കുള്ളൂ ഇവിടെ എന്താന്ന്. അപ്പൊ എല്ലാവരും പറയും ഇതാ അയാളെ വീടാണ്, നിങ്ങൾക്കറിയില്ലേ ഇന്നയാളുടെ വീട്, അവളെ എല്ലാ കൊല്ലം കൊടുക്കും. ഇങ്ങനെയാണ് വട്ടപൂജ്യമാണ്, ബിഗ് സീറോ നിന്റെ പ്രതിഫലം, വട്ടപൂജയായിരിക്കും. അതുകൊണ്ട് ഓരോ മുഅ്മിനും ശരിക്കും മനസ്സിലാക്കുക, രഹസ്യമായി ശിഹാബ് എന്ന ഞാൻ, അള്ളാഹു നമുക്ക് എല്ലാവർക്കും ദീർഘായുസ് നൽകട്ടെ. ഇന്ന് രാത്രി, ഇന്ന് പകൽ ഞാൻ ഈ ലോകത്തുനിന്ന് വിട പറയാൻ അള്ളാഹു എങ്ങനെയാണ് നിശ്ചയിച്ചതെങ്കിൽ തട്ടിമാറ്റാൻ ആർക്കും കഴിയില്ല. അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ. പക്ഷെ എന്റെ മരണം കഴിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ചില ആളുകൾ ഇങ്ങനെ പറയാ, അയാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു. പറയാനല്ല, പറയാതിരിക്കുക, അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ചില ആധാറുകൾ ബാക്കിയാക്കി ചില മനുഷ്യരിങ്ങനെ, സ്വഹാബികൾ മരിക്കുമ്പോ പറയാ, ഖലീഫമാര് മരിക്കുമ്പോ പറയാ, ഇനി എന്റെ ഒട്ടകത്ത് ആരാ കറന്നുതരിക? ഒരു വല്യമ്മ ആര് മരിച്ചപ്പോ, ഖലീഫ മരിച്ചപ്പോ ചോദിക്കുക, ഇനി എന്റെ ഒട്ടകത്തെ ആരാ കറന്നുതരിക? അപ്പൊ ഇത്രയും കാലം കറന്നു കൊടുത്ത ആരാ? ആ ഖലീഫയായിരുന്നു. ഇനി എനിക്കാരാ രാത്രി രഹസ്യമായി ആരും കാണാതെ, അഭിമാനത്തെ പിച്ചി ചീന്താതെ എനിക്ക് ഗോതമ്പ് കൊണ്ടുവന്ന് തരാ? മനസ്സിലായില്ലേ? ഒരു മരിച്ച വീട്, പാവപ്പെട്ട ഒരാളാ, അയാളെ വീട്ടിലാകെ ഇനിയൊരു വല്യമ്മ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ 2 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ അങ്ങോട്ട് പാഞ്ഞ് എന്നിട്ട് ശരി, പെട്ടെന്ന് അതിലൊക്കെ ഇടപെട്ട് വേഗം ഇടക്കരെ പോയി ഒരു മയ്യത്തിന് വേണ്ട 3 തുണിയൊക്കെ വാങ്ങിക്കൊടുന്ന് അതവിടെ അങ്ങനെ കവറിൽ പിടിച്ചിരുന്ന് 4-10 ആള് വന്നപ്പോ, ഞാൻ മയ്യത്തിന് തുണി കൊണ്ട് തട്ടെ, എവിടെയൊക്കെ ഉണ്ട്? അയക്കാരെ വെക്കേണ്ട സ്ഥലമൊക്കെ. പിന്നെ എല്ലാവരും അറിയിക്കുകയാണ്. പിന്നെ പാഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലായില്ലേ? പിന്നെ ഓടിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇത് ആളെ കാണാനും ആളെ കാട്ടാനുള്ള ഏർപ്പാടല്ല. നമ്മുടെ മരണശേഷം, പ്രിയപ്പെട്ടവരെ, എത്രയോ ചെറുപ്പക്കാർ കരുണച്ചി മഹലിൽ, എല്ലാ നന്മകൾക്ക് പിന്നിലും ഇവിടുത്തെ ഈ മഹലിൽ ആളുകളുടെ കൈകളുണ്ട്. അള്ളാഹു വർദ്ധനവ് നൽകുമാറാകട്ടെ. ഈ പള്ളി ഇങ്ങനെയാവാൻ, ഈ പള്ളിയുടെ മുറ്റം ഇങ്ങനെയാവാൻ, വലിയ മനോഹരമായ പള്ളിയൊന്നുമല്ല, അത് പഴയ പള്ളിയല്ലേ, പഴയ പള്ളിയാണ്, പുതിയ പള്ളിയല്ലല്ലോ. എന്നാൽ ഈ പള്ളിയുടെ സൗകര്യം ഇങ്ങനെയാവാൻ, നാം ഇരിക്കുന്ന കർപ്പറ്റ് മുതൽ, നാം കൊള്ളുന്ന AC മുതൽ, മുറ്റത്ത് വിരിച്ച കട്ട മുതൽ, ഷീറ്റ് മുതൽ എല്ലാം, പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കൈകളുണ്ട്. നമുക്ക് ഒറ്റക്കൊരു പള്ളി ഉണ്ടാക്കാൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല, പക്ഷേ നമ്മുടെയൊക്കെ കൈകളുണ്ട്. ഇതിൽ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ബാത്റൂമിന്റെ പണി തുടങ്ങാൻ പോവുക. ഇൻഷാ അള്ളാഹ് കിട്ടിയ പൈസ വെച്ചിട്ട് നമ്മൾ തുടങ്ങാൻ പോവുക. നമ്മുടെ കൈ അതിലുമുണ്ടാവണം, നമ്മുടെ വിയർപ്പതിലുണ്ടാവണം, നമ്മുടെ മൂല്യത്തിന്റെ ഒരു അംശം അതിലുണ്ടാവണം, നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ അതിലുണ്ടാവണം. നിർബന്ധമായി നിങ്ങൾ ചോദിച്ചറിഞ്ഞ് എവിടെത്തി, അതിന് എത്ര കമ്പി വേണം, എത്ര സിമന്റ് വേണം, എത്ര മണൽ വേണം, എത്ര എംസാൻഡ് വേണം, എത്ര മെറ്റൽ വേണം, ഞാൻ തരാം 2 ലോഡ്, ഞാൻ തരാം സിമന്റ്, ഞാൻ തരാം കമ്പി. അവിടെ ഉണ്ടാവും, അടയാളമായി ബാക്കിയുണ്ടാവും. ആരും അറിയണ്ട, അള്ളാഹുവിനറിയും.
ധാരാളം ആളുകൾ നിസ്കരിക്കാൻ വേണ്ടി അതിൽ കയറി ഒളിവെടുക്കുമ്പോൾ, റബ്ബിന്റെ പള്ളിയിലേക്ക് ഒളിവെടുത്ത് പ്രവേശിക്കുമ്പോൾ, സ്ത്രീകളും പുരുഷന്മാരും ഈ സൗകര്യം ഉപയോഗിക്കുമ്പോൾ, നീ മരണപ്പെട്ടാലും നിന്റെ ഖബറിലേക്ക് ഒരു വെളിച്ചമായി നീ ചെലവഴിച്ചത് അതിലേക്ക് കടന്നു വരുമ്പോ അതിന്റെ മഹത്വം നിനക്കറിയും. അതുകൊണ്ട് QHLS പറഞ്ഞ പോലെ, ഇതൊക്കെ എത്രയോ തവണ പള്ളി എന്ന് പറഞ്ഞതാ, ഓരോ ഖുത്ബയിലും ഓരോ ഖുത്ബ കഴിഞ്ഞിട്ടും ഇങ്ങനെ പിരിവ് പറയാൻ നമുക്ക് മടിയുണ്ട്, ലജ്ജയുണ്ട്. പക്ഷേ അതൊന്നും കേൾക്കാത്ത പോലെ, അല്ലെങ്കിൽ കേട്ടിട്ട് കഴിയാത്തത് കൊണ്ടാണോ, അതല്ല കേട്ടിട്ട് പിന്നീട് പ്രതികരിക്കാമെന്നത് കൊണ്ടാണോ? ഏതായാലും നിങ്ങളുടെ മനസ്സിൽ ഇത് ഉണ്ടാകണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്കൊക്കെ, ഇവിടെ വലിയ കോടീശ്വരന്മാരാരുമില്ല, നമ്മുടെ മഹലിൽ വലിയ കോടീശ്വരന്മാരാരുമില്ല, നമ്മളെല്ലാവരും സാധാരണക്കാരാണ്. അല്ലാഹു തആല നമ്മുടെ കൈകൾ കൊണ്ട് ഈ പള്ളിയുടെ മുന്നോട്ടുള്ള ഗമനത്തിൽ നല്ല നല്ല പങ്കാളിത്തം നിർവഹിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ചെയ്തത് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹുവേ, നിന്റെ ദീനിൽ ഉറച്ചു നിന്ന് മുസ്ലിമായി മുഅ്മിനായി മുവഹ്ഹിദായി മരിക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ. അല്ലാഹ്, ഞങ്ങളുടെ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികളിൽ രോഗികളായി കിടക്കുന്നവരുണ്ട്, അവർക്ക് നീ ശമനം കൊടുക്കണേ. അല്ലാഹുവേ, ബലിപെരുന്നാളിന്റെ സുദിനത്തിൽ നിന്നെ സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ച്, അല്ലാഹുവേ, നിന്റെ ആ കൽപ്പന കേട്ടുകൊണ്ട് ഈദ്ഗാഹിന്റെ മൈതാനത്ത് ചെന്ന് 2 റക്അത്ത് ഞങ്ങൾ നമസ്കരിച്ചത് നീ കബൂലാക്കണേ. അല്ലാഹ്, അതിനുശേഷം ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന സംഭാവനകൾ നൽകിയത് നീ സ്വീകരിക്കണേ. അല്ലാഹ്, ഇനിയും നിന്റെ മാർഗത്തിൽ ധാരാളമായി ചെലവഴിക്കാൻ, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സാന്നിധ്യം അറിയിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ. അല്ലാഹുവേ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ കബറിടങ്ങളെ നീ വിശാലമാക്കി കൊടുക്കണേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മമാർ, ഉപ്പമാർ, ജ്യേഷ്ഠാനിയന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, മക്കൾ പലരും ഞങ്ങളെ വിട്ടു പിരിഞ്ഞിട്ടുണ്ട്. അവിടെ കബറിടങ്ങൾക്ക് നീ വെളിച്ചം നൽകണേ. അല്ലാഹുവേ, മഗ്ഫിറത്ത് കൊടുക്കണേ. മർഹമത്ത് കൊടുക്കണേ. ഞങ്ങളുടെ സമ്പാദ്യത്തിൽ നീ ഖൈറും ബറകാത്തുകളും നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, ഹലാലായത് മാത്രം സ്വീകരിക്കാനുള്ള ആ വലിയ മനസ്സ്, വിശാലമായ മനസ്സ്, അത് ഉറച്ചു നിൽക്കുന്ന മനസ്സ്, അതിൽ കണിശത പാലിക്കുന്ന മനസ്സ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ. ഹറാമിന്റെ എന്തെങ്കിലും വശങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തട്ടിപ്പോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഞങ്ങൾക്ക് നീ മുക്തിയും രക്ഷയും നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, ലോകത്തിന്റെ നാനാഭാഗത്ത് മുസ്ലിമായതിന്റെ പേരിൽ വേദനിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക്, മക്കൾക്ക്, മാതാപിതാക്കൾക്ക് തുല്യരായവർക്ക് നീ രക്ഷ നൽകണേ. അഭയം നൽകണേ. ആശ്രയം നൽകണേ. അല്ലാഹുവേ, ലോകത്തിന്റെ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ. അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന, സംശയത്തിനിടമുണ്ടാക്കുന്ന ഒരു സന്ദർഭത്തിലും ഞങ്ങളെ നീ പെടുത്തിക്കളയല്ലേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا تقبل منا إنك أنت السميع العليم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.